സോ ഹലോ ഗൈസ്, അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഫാമാണ്. കാരണം എനിക്കിപ്പോൾ ഫുഡൊന്നും ഇല്ല, അപ്പം അങ്ങനെ കിട്ടുന്നില്ല. ശരിക്കും ഞാനൊരു വില്ലേജ് അപ്ഗ്രേഡർ ആയിരുന്നു ഉണ്ടാക്കായിരുന്നു. പക്ഷേ ഫുഡ് ഫാം നമുക്ക് അത്യാവശ്യം. അപ്പോൾ ഞാൻ ഉണ്ടാക്കണ കൗണ്ടിയാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് അതിൻ്റെ മുമ്പ് ഒരു കാര്യം ചെയ്യാണ്ട് ഒറിജിനൽ ബെല്ലിയന് ഇതല്ലാട്ടോ ഒറിജിനൽ ബെല്ലിയൻ. ഇതിന് ഇവനെന്നെ ഇങ്ങോട്ടന്നെ ഈ ഒരു നെയിം ടാഗ് ഇനി ഇവന്റെ മാറ്റാൻ പറ്റൂലോ. ഇവന്റെ പേര് പൂക്കി. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും എവിടാ ഒറിജിനൽ ബെല്ലിയൻ? അതിനെ ഞാൻ കൊണ്ടുവരാം. അതിൻ്റെ മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യാണ്ട്. എന്തായാലും കഴിഞ്ഞ വീഡിയോയിൽ ബാക്കി എന്തായാലും എടുത്തു. നമുക്ക് നമ്മൾ ഒറിജിനൽ ബെല്ലിയന് 3 ബ്ലോക്ക് ഹൈറ്റ് ആണുള്ളത്. അപ്പം പുറത്തോട്ടേക്ക് ഇറങ്ങി പോരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ ക്ലോസ് ചെയ്തിട്ടേക്കാം. നമുക്ക് ഇവിടെ പേര് എഴുതി വെച്ചേക്കാം. ഇങ്ങനെ എഴുതുമ്പോൾ ഇതിൻ്റെ വണ്ണം കുറഞ്ഞു പോവാ. ഷാഡോ മൊണാർക്ക്. ഓക്കെ, ഞങ്ങൾക്ക് ഒറിജിനൽ ബെല്ലിയനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അതിന് നമുക്ക് ഞാൻ പിന്നെയും കുറേ മൈനിങ്ങിനൊക്കെ പോയി. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ചുകൂടി ഇതൊക്കെയുണ്ട്. ഒറിജിനൽ ബെല്ലിയന് പേരിടാൻ നെയിം ടാഗ് അയ്യോ, ആൻവീലും പൊട്ടിപ്പോയി. ഞങ്ങൾക്ക് അപ്പോൾ ഉണ്ടാക്കണം. അപ്പോൾ മൊത്തം നമുക്ക് തന്നെ വേണം. കുറച്ച് അയണും വേണം. 4 എണ്ണം മതി ഒരു ആൻവീൽ ഉണ്ടാക്കാൻ. എണ്ണം മതി. ഇവിടെ ഇരുന്നോ. ഓക്കെ, നമുക്ക് ഒറിജിനൽ ബെല്ലിയനെ കൊണ്ടുവരാം. ഇവനെന്തായാലും പുറത്തോട്ട് ഇറങ്ങി പോവില്ല. കാരണം പറ്റുമോ? അടിപൊളി. അപ്പോൾ അങ്ങനെ വെച്ചാൽ അത് പുറത്തോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. അപ്പോൾ ബെല്ലിയനെ ഇവിടെ തന്നെ നിർത്താം. നമ്മൾ തന്നെ ചെയ്യും. നമുക്ക് ഇവിടെ ഫെൻസ് അങ്ങനെ കൊണ്ട് വെച്ചേക്കാം. മറ്റേ സ്റ്റോണിൻ്റെ ഫെൻസ് എല്ലാം വെച്ചേക്കാം. ഇത് കുറച്ചുണ്ട്. ഇത് വെച്ചാൽ കാണാൻ പോറൊന്നും ഇല്ലായിരിക്കും. ഇത് എന്ത് യൂസിനാന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ എന്തെങ്കിലും ഒരു യൂസിനും കൂടി മനസ്സിലാവുന്നുണ്ടേ. അപ്പോൾ ഡിസൈൻ വെച്ചതാണെന്ന് തോന്നണമെങ്കിൽ നമുക്ക് മറ്റേ ഫെൻസ് കൊണ്ടുവയ്ക്കണം. മറ്റേ ഫെൻസ് ഡിസൈൻ കൊണ്ടുവച്ചാൽ മനസ്സിലാക്കാൻ പറ്റുള്ളൂ.
ഇനി നമുക്ക് ഒറിജിനൽ ബെല്ലിനെ ഇങ്ങോട്ടേക്ക് അപ്പോയിൻമെന്റ് ചെയ്യാം. അപ്പോൾ വീടിന്റെ മുന്നിൽ തന്നെ ഇരുന്നോട്ടെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒറിജിനൽ ബെല്ല്. കണ്ട ബോഡി ഗാർഡ്. ഇവനെ തല്ലിയ ഇവനൊന്നും ചെയ്യില്ല, പക്ഷേ ഇവനെ തല്ലുമ്പോൾ തന്നെ എൻ്റെ ബാക്കിയുള്ള ആർമീസൊക്കെ ഇവനെ കടിക്കാൻ കൊല്ലും. ഒന്നെങ്കിൽ ആർമി ഫുള്ള് ചാവും, അല്ലെങ്കിൽ ബെല്ലിയൻ ചാവും. മിക്കവാറും ആർമി ഫുള്ള് ചാവാനാണ് ചാൻസ്, കാരണം ബെല്ലിയൻ അത്രയ്ക്ക് പവർഫുള്ളാണ്. പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ. നോക്കട്ടെ, വന്നേ. ഇല്ല, പുറത്തേക്ക് ഇറങ്ങില്ല. ഇവിടെ സ്ലാബ് വെച്ചാ ഇവൻ ഇറങ്ങി വരാണ്ടിരിക്കുവോ? സ്ലാബ് വെച്ച് ഇവൻ ഇറങ്ങി വരുമോ? എന്നാലും ഇറങ്ങി വരാൻ പറ്റില്ല. അപ്പൊ അത്രയും നന്നായി. നമുക്കപ്പോ ഒരു അത്രയും ബ്ലോക്കിന് നമുക്ക് എണ്ണ വെക്കാപ്പ. കിട്ടി. നല്ല ഐഡിയ കിട്ടി. അങ്ങനെ ചേർന്ന് വേണം നമുക്ക്. ദൈവമേ, ക്രീപ്പർ. നീ ഇവിടെ ഇന്നോട്ടാ, പൊട്ടരുത്. ക്രീപ്പർ തൊട്ടടുത്ത് നോട്ടിയിട്ടും ബെറുവിനൊന്നും പറ്റിയില്ല. അപ്പോ ഞാൻ ഇവിടെ ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് ഇതാ വരുന്നു. നമ്മളപ്പോൾ അത് ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോംബീസിനെ സ്കെലിട്ടണിനെ പേടിക്കണ്ട, നമുക്ക് ക്രീപ്പറിനെയാണ് പേടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 2 പൂച്ചേനെയും കൂടെ കൊണ്ട് നിർത്താം. അത് നമുക്ക് അടുത്തടുത്തുള്ള വീട്ടിൽ നിന്ന് പൂച്ചയൊക്കെ സ്പോൺ ആയിക്കോളും. ഇപ്പം പഴയതുപോലെ തന്നെയാണല്ലോ. ഇനി ഇവിടെ സ്റ്റെയർ വേണ്ട. ബെല്ലിയൻ എന്തിയാ? നീ എന്നെ അണിക്കാൻ നിൽക്കുവാടാ ഇവിടെ. കയറി എന്നെ ഉണ്ടോ? അത് ഞാൻ ഇങ്ങനെ പോയാൽ ശരിയാവില്ലല്ലോ. ഇതിന് ഇവിടെ മാത്രം വന്ന് നിൽക്കണം. നീ ഇവിടേക്ക് നിനക്ക് അനുമതിയില്ല. അതിനകത്തോട്ട് കയറിയിരിക്കണം. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയാണെന്നുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ ഫെൻസാണ്. എന്തായാലും ഇത്ര വലിയ ആർമിയൊക്കെ ഉണ്ടാക്കി. എന്തായാലും ഇവരെ ചുമ്മാ നിർത്തണ്ട, ഇവരെ കുറച്ച് യൂസ് ചെയ്യിപ്പിക്കാം. ഓക്കെ, 2 പേരെ ഇവിടെ നിർത്തിയേക്കാം. ഇവിടെ നമുക്ക് ആരാ നിർത്താം? ലീസ് കയ്യിലില്ലേ? ലീസ് എന്തായാലും കുറേ വേണ്ടി. കുക്കിനെ ഇവിടെ നിർത്തണ്ട, ടോണീനെ ഇവിടെ നിർത്തണ്ട, ടസ്ക് വേണ്ട, അയൺ ടാങ്കും. അത് ഞങ്ങൾ എഴുന്നേക്ക്. അയണും ടാങ്കും. നിങ്ങൾ ഓടി വാ. ഇവരെ കെട്ടിയിട്ടോണ്ട് തന്നെ ഞാൻ ദൂരത്തോട്ട് പോകുമ്പോൾ ഇവരെന്തായാലും ടെലിപ്പോർട്ടായി വരില്ലാന്ന് പ്രതീക്ഷിക്കുന്നു. 2 പേര് ഇവിടെ കണ്ട, ഒരാള് കടാ. ഞാൻ ദൂരത്തോട്ട് പോകുമ്പോൾ ഇവര് ടെലിപ്പോർട്ടായി വരില്ലല്ലോ. എന്തായാലും ഇച്ചിരി ദൂരത്തോട്ട് പോയി നോക്കാം. അങ്ങനെയില്ലല്ലോ. ഓക്കെ, സേഫ്.
അപ്പോൾ ഞാൻ ഈ വീട് മൊത്തം ഇങ്ങനെ ഒരു കുറച്ച് ബോഡി ഗാർഡിനെ നിർത്തിയിട്ട് വരാം. ഓക്കെ, നമ്മൾ ഇതിക്കടെ ഫുൾ ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആരും കയറി വരില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ടോണീനെ മാത്രം ഞാൻ അവിടെ ഇട്ടിട്ടില്ല, കാരണം ദിസ് ഇസ് മൈ ഒഫീഷ്യൽ പട്ടി. എൻ്റെ റിയൽ ലൈഫിൽ ഒറിജിനൽ പട്ടി ഇതായതുകൊണ്ട് തന്നെ ഇതിനെയാണ് ഞാൻ ശരിക്കും പെറ്റായിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം എൻ്റെ ആർമിയാണ്. ഗ്രിസുണ്ട്, ബെറു ഉണ്ട്, പിന്നെ ഇപ്പോൾ അത് ഫുള്ള് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ബെല്ലിയൻ നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ 2 പൂച്ചേനെയും കൊണ്ട് വെക്കണം, അതിന് എന്തെങ്കിലുമൊക്കെ പേരിട്ടിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻ കണ്ടിട്ട് തുടക്കാം. ഞാൻ പോയി അപ്പോൾ എല്ലാവർക്കും വേണോ അതോ ഒറ്റയടിക്ക് ഉണ്ടാക്കി കാണിക്കണം? ഞാൻ കുറച്ചായിട്ടൊന്ന് ഉണ്ടാക്കി കാണിക്കാം. ബൈ ദ വൈ, ഞാനൊരു കാര്യം പറഞ്ഞില്ല, പുതിയൊരു മോഡ് പറ്റി. എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ആരോ വന്നുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ജാവയിൽ നമ്മളിങ്ങനെ ഐറ്റംസ് വെച്ചിട്ട് ഒറ്റ ക്ലിക്ക് 2 ക്ലിക്ക് കൊടുത്താൽ അങ്ങോട്ട് ഐറ്റംസ് റിസോഴ്സ് കൊണ്ട് ഫുൾ ഇതാവും. പക്ഷെ ബെഡ് റോക്കിൽ അങ്ങനെ ആവില്ല, നമ്മളിങ്ങനെ നെക്കി പിടിച്ചുകൊണ്ടിരിക്കണം, നല്ല ടൈമാണ്. പക്ഷേ ഈ ആരോയിൽ നെക്കിയാൽ കണ്ട ഫുൾ ഒറ്റയടിക്കാവും. ഒന്നുകൂടെ കാട്ടിത്തരാം. ഫാസ്റ്റ് ലൂട്ട് അത് കണ്ട, അത് പുതിയ വേറെ ഐറ്റം. ഇങ്ങനെ മാറ്റി കളിക്കാം. അത് ഓഫ് ചെയ്തിട്ടേക്കാം, ഞാൻ ആവശ്യമുള്ള എടുത്തോളാം. ഓക്കെ, ഇത് നോക്കുക നിങ്ങൾ, കണ്ട ഒറ്റ ക്ലിക്ക് കൊടുത്താൽ അത് എല്ലാം കൈ കിട്ടിക്കോളും തന്നെ. അപ്പോൾ ഇങ്ങനെ ഞാൻ അതുണ്ടാക്കട്ടെ.